Hello everybody. We are here back with the editorial decoded session. ഇന്ന് നമ്മൾ എടുക്കുന്ന എഡിറ്റോറിയൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വിത്ത് റിഗാർഡ് ടു ഹീറ്റ് വേവ്സ്. നിങ്ങൾക്ക് അത് സിലബസിലേക്ക് മാപ്പ് ചെയ്യണമെങ്കിൽ ഒന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് മാപ്പ് ചെയ്യാം. ബട്ട് വെൻ വി ഡിസ്കസ് നമ്മൾ അതിന്റെ ഒരു ക്രോസ് കട്ട്, എക്കണോമിക് ക്രോസ് കട്ട്, അതുപോലെ തന്നെ സൊസൈറ്റൽ ആയിട്ടുള്ള റിലേഷൻ എന്താണെന്നും കൂടി ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. The article is actually beautifully starting by saying that this has grown from a seasonal problem to a systematic national crisis. ശരിയാണ്. കാരണം ഇന്ന് ഇന്ത്യ മാത്രമല്ല ലോകത്തൊട്ടാകെ ഈ ഒരു പ്രോബ്ലം ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. Now, to prove that point, the author is actually giving an stat also. 57% of the India's districts എന്താണ് heat wave prone ആണെന്നുള്ളത്. Okay. Now, the problem here is ഹീറ്റ് വേവ്സ് എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്ലാസ് ഡയമെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. അവിടെയാണ് ഈ ആർട്ടിക്കിൾ വളരെ ലൂസിഡ് ആയിട്ട് ഒരു ടേം കോയിൻ ചെയ്യുന്നത്, തെർമൽ ഇൻജസ്റ്റിസ്. നൗ ദിസ് ഇസ് വൺ വേർഡ് ഐ ലൈക്ക് ബിക്കോസ് റിയാലിറ്റി ക്യാപ്ചർ ചെയ്യുന്ന ഈ വാക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിയാലിറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് തെർമൽ ഇൻജസ്റ്റിസ്? വൈൽ ദിസ് ഹീറ്റ് വേവ്സ് ഇസ് എ ഗ്ലോബൽ പ്രോബ്ലം, ഇത് ആരെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്? ദിസ് എഫക്ട്സ് ദി മോസ്റ്റ് വൾണറബിൾസ് ഓഫ് ദി സൊസൈറ്റി. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് ഈ പ്രൈവറ്റ് കൂളിംഗ്, അതായത് ഈ ഒരു പ്രോബ്ലം, ഹീറ്റ് എന്ന പ്രോബ്ലത്തിനെ മറികടക്കാൻ വേണ്ടി അവർക്ക് ഒരു പ്രൈവറ്റ് കൂളിംഗ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അവർ ഈ പ്രോബ്ലത്തിന്റെ വ്യാപ്തി എന്ത് ചെയ്യുന്നു, കൂടുതൽ എന്ത് ചെയ്യുന്നു, അറിയുന്നു. ബട്ട് എന്നാൽ ഒരു അഫ്ലുവന്റ് ക്ലാസ്സിന് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു പ്രോബ്ലം ടച്ച് ചെയ്യുന്നില്ല. സോ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ആർട്ടിക്കിൾ ഇസ് ആക്ച്വലി ഡിഫൈനിങ് ദിസ് the depth of this problem. Second, അവർ എന്തിലേക്കാണ്, ആ ഒരു ഇൻജസ്റ്റിസ് പോയിന്റിലേക്ക് അവർ ചെയ്യാൻ, ആൻഡ് ബ്യൂട്ടിഫുള്ളി കോട്ടിംഗ് ദ ടേം ഏതാണ് നമ്മുടെ തെർമൽ ഇൻജസ്റ്റിസ്. ഓക്കെ, ബിക്കോസ് ഈ അധിഷ്ഠിത വർഗത്തിൽ നിന്ന് വന്ന ആൾക്കാർ, അല്ലെങ്കിൽ അന്നന്നത്തെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവര് ഇറ്റ്സ് ആക്ച്വലി ഇത് തമ്മിലുള്ള ഫൈറ്റ് ആണ്. എക്കണോമിക് സർവൈവൽ വേണോ, ബയോളജിക്കൽ സർവൈവൽ വേണോ എന്നുള്ളത്. പലപ്പോഴും അവർ എന്ത് ചെയ്യും, ബയോളജിക്കൽ സർവൈവലിന്റെ മേളിൽ അവർ എക്കണോമിക്കൽ സർവൈവലിനെ വെച്ചുകൊണ്ട് അവർ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. പക്ഷെ അത് ലോങ് റണ്ണിൽ എന്തും അല്ല, സസ്റ്റൈനബിൾ അല്ല എന്നല്ല. അതിന് ബ്യൂട്ടിഫുള്ളി അവർ ഒരുപാട് എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സാനിറ്റേഷൻ വർക്കേഴ്സ്. ഈ സാനിറ്റേഷൻ വർക്കേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരുപാട് ഏരിയാസ് ഉണ്ട്, ഈ റാക്ക് പിക്ക്, വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഏരിയാസിലേക്ക്. അവിടെയൊക്കെ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നോർമലി ഹീറ്റ് ഉണ്ട്, ആ ഹീറ്റിന്റെ മുകളിൽ അവിടെ ഇൻസിനറേഷനും അതുപോലെ ഇതൊക്കെ നടക്കുന്നത് കാരണം ഒരു തരം മൈക്രോ ക്ലൈമറ്റ് അവിടെ ഉണ്ടാവും. വളരെ ഹോട്ട് ആയിട്ടല്ല, ഹാബിറ്റബിൾ അല്ലാത്തുള്ള ഒരു ഹോട്ട് ക്ലൈമറ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്നത്. അത് ഇൻഫാക്ട് ആരെ കൃത്യമായി ബാധിക്കുന്നത്, ഈ സാനിറ്റേഷൻ വർക്കേഴ്സിനൊക്കെ ബാധിക്കുന്നുണ്ട്. വേറൊരു നോഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഗിഗ് വർക്കേഴ്സിനകത്താണ്. ഈ ഗിഗ് വർക്കേഴ്സിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ അൽഗോരിതമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാരണം ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഇന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് വർക്ക് ചെയ്യണം, അങ്ങനെ ഒരു അൽഗോരിതമിക് റെസ്ട്രിക്ഷൻ ഉള്ളത് കാരണം എന്ത് സംഭവിക്കുന്നു, അവർക്ക് സ്വാഭാവികമായിട്ടും ഇന്ന സമയത്ത് വർക്ക് ചെയ്യേണ്ടി വരുന്നു, അവരുടെ ചോയ്സിന് ഇതായിട്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അവർ വർക്ക് ചെയ്യേണ്ടത് ഈ സ്റ്റീലും അതുപോലെ ഏരിയാസിനകത്താകുമ്പോൾ അവർ ഹീറ്റിന് എന്ത് ചെയ്യും, കാര്യമായിട്ട് ക്യാപ്ചർ ചെയ്യും. സ്ട്രീറ്റ് വെൻഡേഴ്സിന് അവരുടെ ലൈവ്ലിഹുഡ്, അവർക്ക് അതിലൂടെ പോയാൽ അവിടെ നിന്നാൽ മാത്രമേ അവർക്ക് ലൈവ്ലിഹുഡ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സാനിറ്റേഷൻ വർക്കേഴ്സ്, വേസ്റ്റ് പിക്കേഴ്സ്, അതുപോലെ ഗിഗ് വർക്കേഴ്സ്, അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അതുപോലെ സ്ട്രീറ്റ് വെൻഡേഴ്സ്, ഇതുപോലെയുള്ള ഏറ്റവും സൊസൈറ്റിയിലെ ഏറ്റവും ലോവർ ആയിട്ടുള്ള സൊസൈറ്റി എന്ത് ചെയ്യുന്നത് കാര്യമായിട്ട് അഫക്ട് ചെയ്യുന്നത്. സ്ട്രീറ്റ് വെൻഡേഴ്സിനെ സംബന്ധിച്ചോളം ഇതൊക്കെ ഒരു രണ്ടിരട്ടി, കാരണം അവർ വിൽക്കാൻ വെക്കുന്ന സാധനങ്ങൾക്ക് എന്ത് ഉണ്ടാവില്ല, ലൈഫ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർക്കും എന്താണ് ഇതൊരു ഡിസ്കംഫർട്ട് ആയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. That's the third part of it. So just to recall, ആദ്യം അവർ ആ പ്രോബ്ലത്തിന്റെ ഒരു വ്യാപ്തി എന്താന്ന് പറയുന്നു. We also recall the stat, 57% of the India's districts are disaster prone. എങ്ങനെയാണ് ഒരു സിസ്റ്റമാറ്റിക് നാഷണൽ ക്രൈസിസ് ആയിട്ട് ഇത് അൺഫോൾഡ് ചെയ്യുന്നത്. എർലിയർ നമ്മൾ UP അതുപോലെ ചെറിയ ഏരിയാസിൽ, UP രാജസ്ഥാനിലൊക്കെ പറയുന്ന ഏരിയാസിലൊക്കെ കാണപ്പെടുന്ന സീസണൽ ആയിട്ടുള്ള ഇഷ്യൂവിന് എന്തായിട്ട് മാറാണ്, ഒരു നാഷണൽ ഇഷ്യൂ ആയിട്ട് മാറാണ്. സെക്കൻഡ്, നമ്മൾ അതിൽ നിന്ന് എടുത്തത് നമ്മൾ അതിന്റെ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഡയമെൻഷൻ ആണ്. ഹൗ ദ തെർമൽ ഇൻജസ്റ്റിസ് ഇസ് ഹാപ്പനിങ് amongst the vulnerable sections. അവർ എന്ത് ചെയ്യുന്നു, അതിന്റെ ബ്രണ്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, ഫേസ് ചെയ്യുന്നു. അത് അഫ്ലുവന്റ് ക്ലാസ്സിന് എന്ത് ചെയ്യുന്നില്ല, അത് എഫക്ട് ചെയ്യുന്നില്ല. Third, the article is actually going more into legal perspective. ലീഗലി എവിടെയൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് ഒന്ന് അവർ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഫാക്ടറീസ് ആക്ട് ആണ്. അപ്പൊ ഫാക്ടറീസ് ആക്ടിൽ കൃത്യമായിട്ട് ഇന്ന ഹീറ്റ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എന്ത് ചെയ്യുന്നില്ല, ഇറ്റ്സ് ആക്ച്വലി ലെഫ്റ്റ് ടു ദി സെൻട്രൽ ഗവൺമെന്റ്. സ്റ്റാറ്റ്യൂട്ടറിലി എന്തല്ല, മെൻഷൻഡ് അല്ല. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. രണ്ട്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ഡിസാസ്റ്റർ ഇസ് ആക്ച്വലി നോട്ട് ക്ലാസിഫൈഡ്. നമ്മുടെ ഹീറ്റ് വേവ്സ് ഇസ് നോട്ട് ആക്ച്വലി ക്ലാസിഫൈഡ് ആസ് എ ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാത്തപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ,
അഡ്വക്കേറ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്ലാസിഫൈഡ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്തില്ലെങ്കിൽ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് എന്നൊരു ചെറിയ 10% മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ പറ്റുള്ളൂ. സോ സിസ്റ്റമാറ്റിക്കലി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു ഇതിനെ നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യണം, ഡിസാസ്റ്റർ ആയിട്ട്, ഹീറ്റ് വേവ്സിന് ഡിസാസ്റ്റർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് അത് ഫാക്ടറീസ് ആക്ട് ഹീറ്റ് സ്റ്റാൻഡേർഡ്സ് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ആക്ടിൽ തന്നെ മെൻഷൻ ചെയ്യുകയാണെങ്കിലും എന്താണ് വളരെ നല്ലതായിരിക്കും. ഇൻഫാക്ട് ഇതേ സെയിം റെക്കമെൻഡേഷൻ നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ 16 ഫിനാൻസ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. 16 ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ പറയുന്നത് നമുക്ക് എന്ത് വേണം, ഹീറ്റ് ഇൻഡെക്സ് വേണം എന്നാണ് പറയുന്നത്. ഹീറ്റ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ ഇത് ചെയ്യാൻ പോകാം. But last and foremost, the most brilliant suggestion is actually the constitutional suggestion. നമ്മൾ റൈറ്റ് ടു കൂൾ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം എന്നാണ് നമ്മുടെ ഈ ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് പറയുന്നത്. സോ ദിസ് ഇസ് എ ഷോർട്ട് ആർട്ടിക്കിൾ ബട്ട് വെരി മീനിങ് ഫുൾ. ഐ തോട്ട് ഐ ഹാവ് ടു ഷെയർ വിത്ത് യു. കാരണം അതിന് ആ ഹീറ്റ് വേവ് എന്നുള്ള പ്രോബ്ലത്തിന്റെ സോഷ്യൽ എക്കണോമിക് ഡയമെൻഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപ്ചർ ചെയ്യുക. ജസ്റ്റ് ടു റീകോൾ, first we talked about how this has been unfolding as a systematic national crisis from a seasonal issue. 57% of the districts are actually facing the brunt of the disaster. Second, we went on to the sociological dimension of it, the word thermal injustice. Adu kaanapaduna pala sectors, waste pickers, adule gig workers, adule construction workers, etc. Third, the legal issues. എന്തൊക്കെയാണ് legal issues? Legal issues, one, this is not classified as a disaster. Two, Factories Act ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്ത് ചെയ്യുന്നില്ല, നിഷ്കർഷിക്കുന്നില്ല, നിർബന്ധമായിട്ട് നിഷ്കർഷിക്കുന്നില്ല. Rather the central government can decide. Last, the holistic suggestion for it. One, നമ്മൾ ഹീറ്റ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ the last one, the beautiful suggestion, Article 21, right to life with dignity. Dignity ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്താണ്, റൈറ്റ് ടു കൂൾ അതിൻ്റെ അകത്തൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാനുള്ളത്. Okay, so apart from that, there are also a lot of health advisories asking you to drink water, avoid hot spaces, etc. Health നിങ്ങളും health advisories കൃത്യമായി ഫോളോ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. Drink a lot of water because that is very important to keep your body in under thermal regulation. Okay, with that we'll conclude. Hope you'll also take care of yourself. Thank you. Gallant IAS, chasing your passion to ace.